Hey guys, it's me Shiva. You are watching TV Motomotive YouTube channel. സൂര്യോട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വണ്ടിക്ക് ഹൈറ്റായിട്ട് അടിയുമ്പോൾ അത് നമ്മൾ ഒത്തിരി വട്ടം ചെയ്തിട്ടുള്ള വീഡിയോ അല്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നായിരിക്കും ഒത്തിരി പേരുടെ ഡൗട്ട്. സംഭവം കുറേ പേര് ഇപ്പോഴും നമ്മൾ വിളിച്ചിട്ട് ഒരു വണ്ടിയിൽ ഒരു 2.5 ഇഞ്ചിനെ മേലോട്ട് ഹൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏത് കേബിൾസാണ് മാറേണ്ടത്, എന്തൊക്കെയാണ് ഡിഫറൻസ് വരുത്തണമെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. സോ അതിനുള്ളൊരു എന്നാ പറയണ്ടേ ആൻസറായിട്ടാണ് തോന്നിയേക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈറ്റിന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് സാധനം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വിത്ത് ആ ടോപ്പിലത്തെ നട്ട് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് സംഭവം. കണ്ടല്ലോ, ഇതൊരു 2.5 ഇഞ്ച് വരുന്ന ഹൈറ്റ് നട്ടാണ് സംഭവം. അപ്പം നമ്മൾ ഈ വണ്ടിയിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഓൾറെഡി സ്റ്റോക്കാണ് ഫുൾ സെറ്റപ്പ്. ജസ്റ്റ് ഹാൻഡിൽ ബാറും പാക്കേജ് ഫിനിക്സ് സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് നട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് മെയിനായിട്ട് നമുക്ക് മാറേണ്ട സാധനങ്ങൾ ജസ്റ്റ് പറയാം. മെയിനായിട്ട് വരുന്നത് ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ വരും. ഇതിന് വരുന്ന സൈഡ് സ്റ്റാൻഡ്. ഇതിപ്പോൾ സെൻസർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് സൈഡ് സ്റ്റാൻഡ് മാറിയാൽ മാത്രം മതി. സൈഡ് സ്റ്റാൻഡ് നമ്മൾ ലിബറോഡ് ആക്കണം. അപ്പം അതാണ് പരിപാടി. അപ്പം നമുക്കിനിയും ലിബറോടെ സൈഡ് സ്റ്റാൻഡും ഇതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളും ഒരു എന്നാ പറയുക പറ്റുവാണെങ്കിൽ ഒരു എന്നാ പറയണ്ട അതിൻ്റെ സ്പീഡോമീറ്റർ കേബിളോട് ഒപ്പിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സെറ്റ് ചെയ്യാം. അപ്പം ഏതാ സ്പീഡോമീറ്റർ കേബിൾ എടുക്കുന്നത്, ഏതാ ബ്രേക്കിൻ്റെ കേബിൾ എടുക്കുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറയാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഹൈറ്റ് നട്ട് അടയേണ്ട ജസ്റ്റ് ഇവിടുത്തെ നട്ട് അഴിച്ചു. ഇവിടുത്തെ നട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റമ്പ് താത്തെടുക്കാം. ആൻഡ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ഹൈറ്റ് നട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു പലയുടെ മേളിൽ കയറ്റി വണ്ടി നിർത്തുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. കാരണം ഹൈറ്റ് നട്ട് ആടുമ്പോഴത്തേക്കും വണ്ടിയുടെ ഹൈറ്റ് കൂടും, സൈഡ് സ്റ്റാൻഡ് നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മളതൊന്ന് പൊക്കി സെറ്റ് ചെയ്യാം. ഇതേ കണ്ടല്ലോ, ഇതാണ് സംഭവം. ഞാനത് ഫ്രണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് താത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള സൈസിലോട്ട് ജസ്റ്റ് സ്റ്റമ്പ് താഴോട്ട് താത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പീഡോമീറ്ററും ആക്സിലേറ്റർ കേബിൾ ഒട്ടും എത്തത്തില്ല സ്റ്റോക്ക്. അപ്പോൾ നമ്മളത് ഊരി വിട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ആക്സിലേറ്റർ കേബിളും സ്പീഡോമീറ്ററും കേബിളും മേടിച്ചിട്ട് വന്നിട്ട് ഞാൻ ഏതാ യൂസ് ചെയ്യേണ്ടത്, എന്താ ഡീൽസ് എന്നുള്ള പറഞ്ഞുതരാം. നമുക്ക് വെറുതെ കാണാം. അപ്പോൾ നമ്മൾ എന്നൊക്കെ സാധനമാണ് മാറേണ്ടതെന്നുള്ള ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു നമ്മൾ മേടിച്ചേക്കെന്ന് വെച്ചാൽ ഒരു എന്നാ പറയണ്ട ഒരു ലിബറോടെ ഒരു സൈഡ് സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട്. ആൻഡ് ഡ്യൂറോടെ തന്നെ ഫ്രണ്ട് സ്പീഡോമീറ്റർ കേബിളും ബ്രേക്ക് കേബിളും മേടിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ സൈസായിട്ട് നമ്മുടെ വണ്ടിയിലോട്ട് മാറാൻ പോകുന്നത്. അതുകൂടെ മറിഞ്ഞാൽ ഹൈറ്റ് ചെയ്യുമ്പോൾ ഉള്ള കേബിൾ വലിഞ്ഞ് നിൽക്കുന്ന പ്രോബ്ലംസിന് എല്ലാത്തിനൊരു സൊല്യൂഷൻ ആവും. അപ്പോൾ നമുക്ക് നേരെ ഇനി ആദ്യമേ ഹൈറ്റ് നട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി വണ്ടി ഇരുന്നതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഇതിനകത്ത് കിടക്കുന്ന ഈ ഓറിങ്ങും പിന്നെ ഈ ഒരു കട്ടിയുള്ള വാഷർ കേട്ടോ. ഈ കട്ടിയുള്ള വാഷ് ഇടണം നമുക്ക് പറ്റാം, എന്നാലേ മുറി കിടക്കത്തുള്ളൂ. നമുക്ക് ഇന്ന് ഈ ഓറിങ് ഒരു നമ്മൾ നേരെ നമ്മുടെ ഹൈറ്റ് നട്ടോട് ഇടാം. ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പീഡോമീറ്റർ കേബിളും ബ്രേക്കിൻ്റെ കേബിളൊക്കെ നിൽക്കുന്നുണ്ട്. കറക്റ്റ് നമ്മുടെ പ്രോപ്പർ സ്റ്റോക്കിൽ നിൽക്കുന്നുണ്ട്. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നോ പ്രോബ്ലം. സ്പീഡോമീറ്ററും വർക്ക് ചെയ്യുന്നുണ്ട്, പക്കയാണ്. നമുക്ക് ഇവിടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണി കഴിഞ്ഞു. അപ്പം ഇനി സൈഡ് സ്റ്റാൻഡൊക്കെ മാറ്റണം. സൈഡ് സ്റ്റാൻഡ് മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. സ്പ്ലെൻഡറിൻ്റെ സ്റ്റോക്ക് സ്റ്റാൻഡ് നമ്മൾ വെക്കുന്ന ലിബറോടെ സ്റ്റാൻഡ് തമ്മിൽ എത്രത്തോളം ഹൈറ്റ് വ്യത്യാസം ഉണ്ടെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നത് കണ്ടല്ലോ. ഇതുണ്ട്, വ്യത്യാസം കണ്ടോ. ഏകദേശം ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു 2.5 ഇഞ്ച് ചെയ്യുന്നതിൻ്റെ കോമ്പോസിഷൻ ചെയ്യുന്ന അത്ര തന്നെ ഹൈറ്റ് വ്യത്യാസം വരുന്നുണ്ട്. സ്റ്റാൻഡ് ഏകദേശം ഒരു 2 ഇഞ്ചിൻ്റെ അടുത്ത് എക്സ്ട്രാ ലെങ്ത് ആണ് കണ്ടല്ലോ സംഭവം. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട പ്രത്യേകിച്ച് ഓൾട്രേഷൻ കാര്യങ്ങൾ സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ മാറി ഇത്രയും സാധനം ഒരു ഫുൾ കിറ്റായിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.